ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. സ്ട്രാറ്റജി ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. അങ്ങനെ കുറേ വീഡിയോസ് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണും. ഇപ്പം തന്നെ ഇന്നത്തെ കാലത്ത് ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർ ചുരുക്കാണ്. അതെ. ഒരുപക്ഷെ ഒരു ഒരു 3 വർഷം മുന്നേ ഫോറക്സ് ഇങ്ങനെ അല്ലായിരുന്നു നമ്മുടെ നാട്ടിലല്ലോ. അങ്ങനെ പറയുമ്പോൾ തന്നെ എന്താ പറയാ, ആൾക്കാർ പറയും ആ പൈസ പോകുന്ന പരിപാടിയല്ലേ, പൈസ കുറെ കൊണ്ടുപോയി കളയാലോ. അങ്ങനെയാണ് ആൾക്കാരെ ആ ഒരു ചിന്താഗതി, അങ്ങനെയാണ് ആൾക്കാരെ. അപ്പോ യെസ്. സ്ട്രാറ്റജി എന്താ പറയാ, നമ്മൾ ഈ റീൽസ് കണ്ടു പറയില്ലേ സ്ട്രാറ്റജിയും കാര്യങ്ങൾ ഇങ്ങനെ മതി, അങ്ങനെ സ്ട്രാറ്റജി മാത്രമല്ല. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. കറക്റ്റ് റിസ്ക് മാനേജ്മെന്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാം. ഞാൻ പറയുന്നത് വെച്ചാല്, നിങ്ങളിപ്പോ $1000 ക്യാപിറ്റലുള്ള ഒരു അക്കൗണ്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹലോ ഹലോ, ഓക്കെ. അതെ അതെ, ഓഡിബിൾ അല്ലേ? കേൾക്കുന്നുണ്ട് ഓഡിബിൾ ആണ്. കേൾക്കുന്നുണ്ട്. ഓഡിബിൾ ഓഡിബിൾ ആണ്. Okay. അപ്പോ ഈ ഒരു $1000 അക്കൗണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെയിൻ എന്താ പറയാ, നിങ്ങൾ എല്ലാവരും ചെയ്യാൻ പോകുന്ന വെച്ചാല്, ഈ അക്കൗണ്ടിന്റെ 100% അല്ല 50% നിങ്ങൾ റിസ്ക് എടുത്താൽ ഒരു ദിവസം മതി ആ ഒരു $1000 നിങ്ങൾക്ക് അടിച്ചു കളയാൻ വേണ്ടിയിട്ട്. $1000 നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ വേണ്ടി ഒന്നും വേണ്ട, ഒരു മണിക്കൂർ മതി അല്ലേ? ഹലോ, അതെ. ഓക്കെ. ഉ- അപ്പോ ഉറപ്പാണ്, ഉറപ്പാണ്. ഇതിലാണ് നമ്മളെ റിസ്ക്, ഇതിലാണ് നമ്മളെ റിസ്ക് മാനേജ്മെന്റ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാന്ന് വെച്ചാല്, നമ്മള് എല്ലാ റിസ്ക്കും നമ്മൾ പെർസെന്റേജ് വൈസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫോറക്സിൽ കുറെ കാര്യങ്ങളുണ്ട്, നിങ്ങളെല്ലാം ട്രേഡ് ചെയ്യുന്ന ആൾക്കാരല്ലേ? ഹലോ അതെ, 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 അതെ. ഹലോ, ആ, കേൾക്കുന്നുണ്ട് ഓക്കെ. കേൾക്കുന്നുണ്ട്. അപ്പോ ഓക്കെ. കേൾക്കുന്നുണ്ട്. അപ്പോ ഈ ട്രേഡ് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കാം, ഈ സ്റ്റോപ്പ് ലോസ് എന്ന TP എന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും. അത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യാം. അത് വെറുതെ ഒന്നല്ല നമ്മൾ MT5 കൊടുത്തിരിക്കുന്നത്, നമ്മൾ ബ്രോക്കർ തന്നെ. അപ്പോ എന്താന്ന് വെച്ചാല്, ഈ $1000 അക്കൗണ്ടില് നിങ്ങളൊരു 1%, ഏകദേശം $10 റിസ്ക് ചെയ്യുക. 1:2 1:2 എന്ന് പറഞ്ഞാൽ $10 റിസ്കിന് $20 പ്രോഫിറ്റ്. ലോസ് ആണെങ്കിൽ $10, പ്രോഫിറ്റ് ആണെങ്കിൽ $20. നമ്മളിപ്പോ ഒരു എൻട്രി ഇട്ട് കഴിഞ്ഞാൽ അത് 990 ആയിട്ട് കണക്കൂട്ടിയാൽ മതി. ഓക്കെ, ഒരു നമ്മളിപ്പോ $1000 $10 റിസ്ക് ചെയ്തിട്ട് 1% റിസ്ക് ചെയ്യുക, ഒരു ട്രേഡ് പോവുക. സ്ട്രാറ്റജിയിലൊന്നും ഒരു എന്താ സ്ട്രാറ്റജി വർക്കിംഗ് അല്ല ഞാൻ പറയുന്നില്ല, ബട്ട് സ്ട്രാറ്റജി ഇല്ലാണ്ട് ചെയ്ത ഒരാളെ എനിക്കറിയാം. ഏകദേശം 1 മന്ത് ചെയ്തിട്ടും ആള് 10%, നിയർലി 10% പ്രോഫിറ്റബിളിലാണ് ആളുള്ളത്. അങ്ങനെയാണ് കാര്യങ്ങൾ. മനസ്സിലാവില്ലേ? ഹലോ, അതെ അതെ, ക്ലിയർ യെസ്, ആണ് ക്ലിയർ ക്ലിയർ ആണ്, ആണ്. ക്ലിയർ ആണ്. ഓക്കെ. നമുക്ക് അതെങ്ങനെ അപ്പൊ ഒന്നും വേണ്ട. അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ ആ, പറ്റും? അതായത് സീറോ സീറോ ഇപ്പൊ സ്ട്രാറ്റജി ഒബ്വിയസ്ലി നമുക്ക് മാർക്കറ്റിന്റെ ഒരു ബേസ് അറിഞ്ഞിരിക്കണം. നമുക്കത് ഇപ്പൊ റഫായിട്ട് നമ്മൾ പരിശീലിച്ച് നോക്കിയാൽ ഇപ്പൊ ഒരു 20 ട്രേഡ് നമ്മൾ എടുക്കുന്നു, 1:2 റേഷ്യോയിൽ നമ്മൾ പിന്നെ ഡെമോയിൽ ചെയ്തു. ഒബ്വിയസ്ലി നമ്മൾ എല്ലാവർക്കും ഡെമോ അറിയുന്നവരാണ്. അങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് സ്റ്റാൻഡ് എടുത്ത് പറയാൻ പറ്റുമോ നമ്മൾ സക്സസ് ആയിരിക്കും എന്നുള്ളത്? ഓ, കൺഫേം ആയിട്ടും. കാര്യം, നിങ്ങളിപ്പോ $1000 20 ട്രേഡ്സ് ചെയ്താലും എല്ലാ ലോസ് ആണെങ്കിലും നിങ്ങൾക്ക് കൂടിപ്പോയി 20% ലോസ് വരും. ഫുള്ള് ലോസ് ആണ്, പക്ഷെ ഒരിക്കലും അതിന്റെ പ്രോബബിലിറ്റി കുറവാണ്. ഹലോ, ഒന്നും വേണ്ട. യെസ്, യെസ്. നിങ്ങളൊരു ടെൻ ട്രേഡ്സ് ലോസും 10 ട്രേഡ്സ് പ്രോഫിറ്റബിൾ ആണ്, നിങ്ങൾ ബ്രേക്ക് ഈവനിലുണ്ട്. നിങ്ങളെ ക്യാപിറ്റൽ അവിടെ തന്നെ ഉണ്ട്. ട്രേഡിംഗിൽ ഫസ്റ്റ് എല്ലാവരും പഠിക്കുന്ന കാര്യമാണ് നിങ്ങളെ ക്യാപിറ്റൽ എങ്ങനെ സേഫ് ആക്കാം, നിങ്ങളെ ക്യാപിറ്റൽ കളയാണ്ട് എങ്ങനെ സേഫ് ആക്കാം. അതാണ് നിങ്ങൾ ട്രേഡിംഗിൽ പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ അതിൽ ഈ റിസ്ക് മാനേജ് കൂടി വന്നേരം 20 ട്രേഡ്സിൽ ലോസ് വന്ന 20 ട്രേഡ്സിൽ 10 ട്രേഡ്സ് ലോസും 10 ട്രേഡ്സ് പ്രോഫിറ്റബിളും ആയാലും നിങ്ങൾ ഏകദേശം ബ്രേക്ക് ഈവനിൽ തന്നെയായി. ഓക്കെ, അതെ, മനസ്സിലായില്ലേ? ക്ലിയർ ആണ്. ഓക്കെ. യെസ്. നമ്മളതൊന്ന് സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മളത് ഇപ്പം സാറ് പറഞ്ഞ പോയിന്റ് ഇത്ര നമ്മൾ എല്ലാ സെഷനിലും ഇങ്ങനെ വന്നിട്ട്, കാരണം ഇവിടെ 3 കാര്യങ്ങൾ എപ്പോഴും നമുക്ക് പറയണ്ട. അത് റിസ്ക് മാനേജ്മെന്റ്, മണി മാനേജ്മെന്റ്, ഡിസിപ്ലിൻ എന്നുള്ളത്. കാരണം ഇത് എന്നും പറയുമ്പോഴും നമ്മൾ എന്നും പറഞ്ഞ് ഇത് കേൾക്കുക എന്നുള്ളത്, നമ്മളെ ബോഡിയും മൈൻഡും നമ്മളെ ഫോണും നമ്മളെ തലയും തലച്ചോറൊക്കെ കേട്ട് ഇത് പ്രാവർത്തികമാക്കുക. കാരണം ഒരു സാധനം നമ്മളെ മൈൻഡിലോട്ടേക്ക് കിട്ടി 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 അത് നമ്മളെ റുട്ടീന്റെ ഭാഗമാക്കേണ്ടിയിട്ടാണ് എന്നും നമ്മൾ ഗസ്റ്റ് ടോക്കിൽ ഇത്തരം ടോക്കുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നത്. താങ്ക് യു സോ മച്ച് സായി സാർ. സോ നമുക്കത് സാറ് പറഞ്ഞു വെച്ചിരിക്കുന്നത് തന്നെ നമുക്കത് വേണേൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് 1:2 റേഷ്യോയിൽ നമ്മൾ ഒരു ട്രേഡ് ലോസ് വരാണ് 1% നഷ്ടപ്പെടുന്നു, പ്രോഫിറ്റ് ആണ് 2% കിട്ടും. അതായത് നമുക്കിപ്പോ ഡെമോലൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത്
നോക്കാം. നമുക്കത് ട്രേഡിംഗ് എപ്പോഴും എന്താണ്, നമ്മളിങ്ങനെ പരിശീലിച്ച്, ഇപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളത് പരിശീലിച്ച് നമുക്കത് ഓക്കെ ആണെങ്കിൽ നമ്മൾ ട്രേഡിംഗിൽ എന്തെങ്കിലും അഡോപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. സോ നമുക്ക് വേണമെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. സോ നമ്മൾ എന്നും പറഞ്ഞ ഇത്തരം സാധനങ്ങൾ നമ്മളെ മൈൻഡിലോട്ടേക്ക് കിട്ടി 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 ഇനി നമുക്ക് ഇതിനൊപ്പം നമ്മൾ മെഡിറ്റേഷനും കൂടി ആഡ് ചെയ്യണം. സോ മെഡിറ്റേഷൻ എന്നുള്ളത് നമ്മളെ മൈൻഡ് കാമായിരിക്കണം. ട്രേഡിംഗ് ഈസ് എ ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ആണ് ഇമ്പോർട്ടന്റ്. കാരണം നമ്മൾ ഇവിടുന്ന് ബൈ എടുക്കുന്നു, നമ്മൾ ഇവിടുന്ന് സെൽ എടുക്കുന്നു. ആ ഡിസിഷൻ പെർഫെക്റ്റ് ആയാലേ നമുക്ക് എന്തുള്ളൂ, നമുക്ക് പ്രോഫിറ്റ് ആവാൻ പറ്റുള്ളൂ. സോ ആ ഡിസിഷൻ പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മളെ മൈൻഡ് കാമായിരിക്കണം. സോ മൈൻഡ് കാം ആയിരിക്കാനും ഡിസിഷൻ മേക്കിങ്ങിന് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയൊരു ടൂൾ എന്നുള്ളത് മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അത് നമ്മളിപ്പോ മെഡിറ്റേഷനിലോട്ടേക്ക് നമ്മൾ പോണ്. സോ ഹാപ്പി വെൽക്കം അഞ്ജല മാം. യെസ് മാം ഇപ്പോ ജോയിൻ ആവും. അതുപോലെ തന്നെ നമുക്ക് മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ നമുക്ക് എന്നിട്ട് പിന്നെ വീക്കെൻഡ് അനാലിസിസ്, നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിന്റെ പോസിബിലിറ്റീസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ മാം ഓഡിബിൾ അല്ലേ? യെസ്, എന്റെ ഓഡിയോ ക്ലിയർ അല്ലേ അല്ലേ? ഓഡിയോ ക്ലിയർ ആണ്. അതെ അതെ ക്ലിയർ ഷഹബാസ് ക്ലിയർ സാർ ആണ്. കൂടെ ഓഡിബിൾ അല്ലേ? ക്ലിയർ ആണ്. ഒന്ന് സാറെ ഷഹബാസ് സാറിനെ കൂടെ എന്ത് ചെയ്യാം, ഒന്ന് ഹോസ്റ്റ് ആക്കി വെക്കണേ. ഷഹബാസ് സാർ, ഓക്കെ ഓക്കെ. ഷഹബാസ് സാർ ഒന്ന് ഓഡിബിൾ ആവോ? ഒന്ന് ഹോസ്റ്റ് ചെയ്യേണ്ടിട്ടാ. ഓക്കെ ഓക്കെ മാം സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, സോ നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം. മെഡിറ്റേഷൻ ഇസ് ജസ്റ്റ് എ സിമ്പിൾ, ബട്ട് അത് ഭയങ്കരമായിട്ട് നമ്മളെ എഫക്റ്റീവ് ആക്കുന്ന ഒരു മെയിൻ ടൂളാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മളെ കാം ചെയ്യാനും നമ്മളെ മൈൻഡിനെ റിലാക്സ് ആക്കാനും പറ്റിയൊരു ബെസ്റ്റ് ടൂൾ ആണ് ആക്ച്വലി മെഡിറ്റേഷൻ. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് നമ്മളെ മൈൻഡിനൊന്ന് കാം ആക്കിയിട്ട് എടുക്കുന്ന ഏത് ഡിസിഷനും അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും. നേരത്തെ ഇപ്പൊ സഫ്ന സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസിഷൻ മേക്കിംഗ് ആണ് ഇതിൽ മെയിൻ മാറ്റർ എന്നുള്ളത്. ഓക്കെ, നമ്മൾ ചിലപ്പം ചില ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് ഇമോഷൻസിന്റെ പുറത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടോക്കിന്റെ പുറത്തോ ഒക്കെ മേ ബി നമ്മൾ ഡിസിഷൻസ് ഒക്കെ എടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ, അതിപ്പോ ട്രേഡിംഗ് എന്നല്ല, നിങ്ങൾ ഏതൊരു ഡിസിഷൻസ് എടുക്കുന്ന സമയത്തും നിങ്ങൾ ചിന്തിക്കുക, ആ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ ഈ ഡിസിഷൻ എടുക്കുന്നത് എൻ്റെ ഇമോഷൻസ് ഹൈ ആയിരിക്കുന്ന സമയത്താണോ, ഇമോഷൻസ് ലോ ആയിരിക്കുന്ന സമയത്താണോ, അല്ലെങ്കിൽ ഏതെങ്കിലും വാശിപ്പുറത്താണോ. നമ്മൾ ഭയങ്കര ഹാപ്പിനെസ് ഉള്ള സമയത്ത് നമ്മൾ ചിലപ്പം ചില തീരുമാനങ്ങൾ എടുക്കും. നമ്മൾ ഭയങ്കര സങ്കടത്തിലോ ദേഷ്യത്തിലോ ഇരിക്കുന്ന സമയത്ത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കും. ഓക്കെ, അപ്പൊ ആ തീരുമാനം ചിലപ്പം മേ ബി പിന്നീട് നമ്മൾ ആ ഇമോഷൻസ് എല്ലാം ബാലൻസ് ചെയ്ത് കാമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും, വിചാരിക്കും അതത് ചെയ്യണ്ടായിരുന്നു. അപ്പൊ സാറ് നേരത്തെ പറഞ്ഞുകൊണ്ട് ആ പോയിന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡപ്പ് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് കാമായിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പം മൈൻഡ് കാമാക്കാൻ പറ്റുന്ന ബെസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ആക്ച്വലി മെഡിറ്റേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇപ്പൊ എന്താ ചെയ്യാം, മെഡിറ്റേഷനിലേക്ക് മൂവ് ഓൺ ചെയ്യാൻ ടൈം അധികം വേസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കണ്ണടച്ചിരിക്കാം. സ്ലോലി ക്ലോസ് യുവർ ഐസ്, ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ആൻഡ് ബ്രീത്ത് ഔട്ട് സ്ലോലി. പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം. Again, take a deep breath in. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ആൻഡ് ബ്രീത്ത് ഔട്ട് സ്ലോലി. പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി റിലാക്സ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യാം. നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ മൈൻഡ് എല്ലാം കംപ്ലീറ്റ്ലി റിലാക്സ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യാം. നിങ്ങൾ ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങൾ കംപ്ലീറ്റ്ലി റിലാക്സ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യാം. നിങ്ങളുടെ കാലിൻ്റെ വിരലുകൾ കംപ്ലീറ്റ്ലി റിലാക്സ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യാം. അതിങ്ങനെ അയയുന്നതായിട്ട്, ആ മസിൽസ് എല്ലാം സ്മൂത്ത് സോഫ്റ്റ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യാം. റിലാക്സ് ആവുകയാണ്.
നിങ്ങളുടെ കാലിൻ്റെ മസിൽസ് കംപ്ലീറ്റ്ലി റിലാക്സ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യാം. നിങ്ങളുടെ തൈസ്, നിങ്ങളുടെ സ്റ്റൊമക്ക് എല്ലാം കംപ്ലീറ്റ്ലി റിലാക്സ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യാം. നിങ്ങളുടെ ചെസ്റ്റ്, ഷോൾഡർ എല്ലാം കംപ്ലീറ്റ്ലി റിലാക്സ് ആവുകയാണ്. യെസ്, യു ആർ ഗെറ്റിംഗ് റിലാക്സ്ഡ്. യു ആർ റിലാക്സിങ്. യുവർ ബോഡി ഈസ് കംപ്ലീറ്റ്ലി റിലാക്സ്. നിങ്ങളുടെ ഫേസിലെ മസിൽസ്, നിങ്ങളുടെ കണ്ണുകൾ, നെറ്റിത്തടം എല്ലാം കംപ്ലീറ്റ്ലി റിലാക്സ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യാം. യു ക്യാൻ എക്സ്പീരിയൻസ് ദ പീസ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾക്ക് ആ സമാധാനം പതിയെ പതിയെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിട്ട് കാണാം. നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യാം. ഒരു സമാധാനത്തിൻ്റെ കുളിര് നിങ്ങൾക്കുള്ളിൽ ഫീൽ ചെയ്യാം. യുവർ മൈൻഡ് ആൻഡ് ബോഡി ഈസ് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ്. ആ റിലാക്സേഷനിൽ നിങ്ങൾ ഒരു ബലൂണ് പോലെ കാറ്റായി മാറുന്നതായിട്ട് കാണാം. കംപ്ലീറ്റ്ലി നിങ്ങൾ റിലാക്സ്ഡ് ആണ്. യെസ്, നിങ്ങൾ കംപ്ലീറ്റ്ലി കാമായിട്ട് പോകുന്നതായിട്ട് കാണാം. യു ക്യാൻ ഫീൽ ദ കാംനെസ് ഇൻ യുവർ സെൽഫ്. നിങ്ങളുടെ കാലിൻ്റെ വിരലുകൾ മുതൽ തല വരെ കംപ്ലീറ്റ്ലി കാമായിട്ട് ഫീൽ ചെയ്യാം. ആ ഒരു പീസ് ആൻഡ് പ്യുവർ ഹാപ്പിനെസ് നിങ്ങൾക്ക് പതിയെ അനുഭവപ്പെടാം. നിങ്ങൾ ആ സമാധാനത്തിൽ മെൽറ്റ് ചെയ്യുന്നതായിട്ട് കാണും, അലിയുന്നതായിട്ട് ഫീൽ ചെയ്യാം. ആ റിലാക്സേഷനിൽ നിങ്ങളുടെ ബോഡി അലിഞ്ഞു പോവാണ്. നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ചെയ്തിട്ട് അലിഞ്ഞ് സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരികയാണ്. ഓക്കെ, നൗ മൈൻഡിൽ പറയാം, ഞാൻ സേഫാണ്, എനിക്ക് സമാധാനമുണ്ട്, ഞാൻ ഈ നിമിഷത്തിലാണ്. ഐ ആം സേഫ്, ഐ ആം അറ്റ് പീസ് ആൻഡ് ഐ ആം പ്രസൻറ്റ് ഇൻ ദിസ് മൊമെൻറ്റ്. ഞാൻ സുരക്ഷിതമാണ്, ഞാൻ സമാധാനത്തിലാണ്, ഞാൻ ഈ നിമിഷത്തിൽ ജീവിക്കുകയാണ്. ഓക്കെ, ആ സമാധാനത്തിൽ കുറച്ച് സമയം അലിഞ്ഞിരിക്കാം. Okay, now slowly take a deep breath in and breathe out slowly. Again, take a deep breath in and breathe out slowly. Again, take a deep breath in and breathe out slowly. പതിയെ കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാം. യു ആർ അറ്റ് എ പീസ്ഫുൾ മൈൻഡ്. നിങ്ങൾ ഏറ്റവും സമാധാനത്തിൻ്റെ ഒരു മൈൻഡിലാണുള്ളത്. ആ ഒരു ഫീലിൽ നിങ്ങൾ കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാവരും മെഡിറ്റേഷൻ ഒന്ന് തിരിച്ചു വന്നോന്ന് യെസ് എന്നൊന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. സോ നിങ്ങൾ കൺഫ്യൂഷൻസ് ഇരിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് ക്ലാരിറ്റി ആവശ്യമാണ്, നിങ്ങൾ മേ ബി ടെൻഷൻസോ അല്ലെങ്കിൽ ആങ്കർ മൂഡിലൊക്കെ ഇരിക്കുന്ന സമയത്ത് യു ക്യാൻ യൂസ് ദിസ് ടെക്നിക്. നമ്മളുടെ ശ്വാസത്തിൽ തന്നെ സത്യം പറഞ്ഞാൽ സമാധാനമുണ്ട്. ആ ശ്വാസത്തെ ഒന്ന് അലൈൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ആ ബ്രീത്താണ് നമ്മളെ എല്ലാത്തിലും കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മളുടെ ബ്രീത്ത് പോകുന്ന അലൈൻമെന്റ് വേറെ ആയിരിക്കും. ടെൻഷൻ ആവുന്ന സമയത്ത് നമ്മളെ ബ്രീത്തിലേക്ക് ആ ചേഞ്ചസ് വരുന്നത് കാണാൻ പറ്റും.
അപ്പോൾ ആ ബ്രീത്തിൽ നിങ്ങൾക്ക് പതിയെ കാംനെസ് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിറ്റുവേഷനെ ആ ഒരു കാംനെസ്സിലേക്ക് മാറ്റാൻ പറ്റും. ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളെ കാമാക്കാൻ വേണ്ടിയിട്ട് ബ്രീത്തിനെ നിങ്ങൾക്ക് പിടിക്കാം. ഓക്കെ, കാരണം ആ ബ്രീത്തിൽ നമ്മളെ മൂഡ് ചേഞ്ച് ആക്കാൻ പറ്റുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ബെസ്റ്റ് വിഷസ്. ഒരു അടിപൊളി വീക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. സർ ഓക്കെ താങ്ക് യു മാം. ഓക്കെ. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്താണ് ഫീഡ്ബാക്ക്? അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ മെഡിറ്റേഷൻ എല്ലാവരും എനിക്ക് തോന്നുന്നു സെൽഫ് അനലൈസേഷനിൽ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ബീന മാം എന്താണ് ഒരു ഫീഡ്ബാക്ക് ഒടിവിളാൻ കഴിയുമോ? ഓക്കെ, നമ്മൾ സെൽഫ് സെഷനിലും കാര്യങ്ങളിലൊക്കെ ബീന മാമിൻ്റെ പിന്നെ നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? ഓക്കെ ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് അനലൈസിലേക്ക് പോവാണ്. ഷബാ സർ, ഒന്ന് മാർക്കറ്റ് നെക്സ്റ്റ് വീക്ക് സാധ്യത ഒന്ന് പോസിബിലിറ്റി പറയാൻ പറ്റില്ലേ? ഒന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയില്ലേ? ഷബാ സർ ഓഡിബിളാവോ? ഹലോ, ഓക്കെ 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 അല്ലേ? ഓക്കെയാണ്. നമ്മൾ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിൽ എന്താണ് പോസിബിലിറ്റി, എന്താണ് പിന്നെ സാധ്യത എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ആയിരുന്നോ? ഷെയർ ആയിട്ടുണ്ട്. ഇപ്പൊ വിസിബിൾ ആണോ? വിസിബിൾ ആണ്. ഓക്കെ, ഓക്കെ, ചാർട്ട് വിസിബിൾ അല്ലേ? ചാർട്ട് വിസിബിൾ ആണ്. ഓക്കെ. നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കുന്നതാണെങ്കിൽ നമ്മളെ വീക്ക്ലി സപ്പോർട്ട് വരുന്നത് 4244 ഓക്കെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ബൈ പ്രതീക്ഷിക്കുന്നത് 4280 നമ്മൾ നെക്സ്റ്റ് ഒരു ബൈ പ്രതീക്ഷിക്കുന്നത്. 4-8 അല്ലേ? 4280 നെക്സ്റ്റ് ബൈ പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതായത് കഴിഞ്ഞ ലാസ്റ്റ് വീക്കിലെ ഫെഡ് റേറ്റ് കട്ടിങ്ങും പിന്നെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസും ഒക്കെ കാരണം സ്ട്രോങ് ബൈ ആണ് മാർക്കറ്റ് ഉള്ളത്. ഒരുപക്ഷെ നമുക്ക് മാർക്കറ്റ് നെക്സ്റ്റ് എവർ ഹൈയിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് 4388 വരെ പോവാൻ നല്ല സാധ്യത ഉണ്ട് ഈ വീക്കില്. ഓക്കെ, ഫുൾ മാർക്കറ്റ് ഉള്ളിശയില്ല, സ്ട്രോങ് ബൈ തന്നെയാണ് കാണുന്നത്. നെക്സ്റ്റ് വീക്കും ബൈ ട്രെൻഡ് തന്നെയാണ് സാധ്യത അല്ലേ? സ്ട്രോങ് ബൈ, അതായത് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സ്ട്രോങ് ബൈ ആയിരിക്കും എവർ ഹൈയിലേക്ക്. അതായത് 4378 വരെ മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്കൊരു സെല്ല് വരുന്ന ഏരിയ എന്ന് വെച്ചാല് 4341 നമുക്ക് ഒരു സെല്ല് ഏരിയ വരും. അത് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെല്ല് എടുക്കാം. ആ ലെവലും കൂടി സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിനെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എവർ ഹൈയിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നുണ്ടാവുക. ഓക്കെ. പിന്നെ നമ്മുടെ വീക്ക്ലി സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് സ്ട്രക്ചർ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് 4220 ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ലോങ് ബൈ നോക്കാം. 4280 വരെ നമുക്ക് ബൈ നോക്കാം. 4-8 വരെ അല്ലേ? അതായത് 4220 നമുക്ക് ബ്രേക്ക് ചെയ്യാം. എന്തായിട്ടും നാളെ മോർണിംഗ് മാർക്കറ്റ് 4290 അങ്ങനെ ടച്ച് ചെയ്തിട്ട് സ്ട്രോങ് ബൈയിലേക്കാണ് അധികം ചാൻസ് ഉണ്ടാകുന്നത്. അതായത് 4341 നെക്സ്റ്റ് സെല്ല് ഉണ്ടാവും. എന്തായിട്ടും ഈ ഒരു ലെവലില് ഒരു മിനിറ്റ്, ഈ ജസ്റ്റ്
നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ലെവലിലേക്ക് വന്നിട്ടേ മാർക്കറ്റ് എന്ത് ചെയ്യും, റിട്ടേണിലെ ബൈയിലേക്ക് സാധ്യത ഉണ്ടാവും. അതായത് 4 to 8.7 85 ആ റേഞ്ചിൽ വന്നിട്ടായിരിക്കും നെക്സ്റ്റ് ബൈക്കുള്ള ചാൻസ്. ഓക്കെ, ഓക്കെ ഒന്ന് 85ലേക്ക് ഇറങ്ങിയിട്ടായിരിക്കും പിന്നെ ബൈയിലേക്കുള്ള ഒരു ചാൻസ് വരുന്നത് അല്ലേ? കിട്ടുന്നുണ്ട്. അതായത് സെല്ല് ഇപ്പൊ നോക്കണ്ട, നല്ല സ്ട്രോങ് ബൈയിലായിരിക്കും ഈ വീക്ക് മാർക്കറ്റ് ഉണ്ടാകാൻ. ബൈ സെല്ല് നോക്കുന്നുണ്ടെങ്കിൽ 4321 നമുക്ക് സെല്ല് നോക്കാം. ഓക്കെ. അതായത് നാളെ കുറച്ചും കൂടി നല്ലത് എന്ന് വെച്ചാല് ആഫ്റ്റർനൂൺ കഴിഞ്ഞിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതായത് 2 ഡേയ്സിലെ ന്യൂസിന്റെ സാധ്യത നാളെ നാളെ റിഫ്ലക്റ്റ് ആവാൻ സാധ്യത അല്ലേ? ആ ഓക്കെ ഓക്കെ താങ്ക് യു സാർ. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ മാർക്കറ്റ് അനലൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ്. ഇനി നാളെ വീക്കെൻഡൊക്കെ കഴിഞ്ഞ് നാളെ എല്ലാവരും പിന്നെ ട്രേഡിലേക്കും വർക്കിലേക്കൊക്കെ പിന്നെ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളെ സെഷൻ. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്.